من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഓരോ ഇടങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. സൂറത്തു സുഖ്റുഫിലെ 32-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിങ്ങൾക്കിടയിൽ ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ വിഹിതം വെച്ച് വിഭജിച്ച് നൽകുന്നത്? നിങ്ങളാണോ അതല്ല നാമാണോ എന്ന് ഖുർആൻ ചോദിക്കാൻ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, നിങ്ങളുടെ മഈശത്ത് ജീവിത വിഭവം, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ദുനിയാവിൽ നാമാണ് നിങ്ങൾക്കിടയിൽ വിഹിതം വെച്ച് തന്നിട്ടുള്ളത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, ദുനിയാവിൽ മനുഷ്യർക്കിടയിൽ എല്ലാവരും ഒരേപോലെയല്ല. പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യർക്കിടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചിലർക്ക് നല്ല ദറജ ഉണ്ടാവും, ചിലർ അത്ര ദറജയിലല്ല. ഇങ്ങനെ ഈ ദറജകൾ പലർക്കും മേലായി നിശ്ചയിച്ചത് നാമാണ്. ലിയത്തഹിദ ബഅദുഹും ബഅദൻ സുഖരിയ, അത് ഈ ദുനിയാവിന്റെ ചില ക്രമങ്ങൾ സുഖകരമായി പോവാൻ വേണ്ടിയാണ്. ചിലർക്ക് വിധേയരായും ചിലരെ പരിഗണിച്ചും ചിലരെ കൂട്ടുപിടിച്ചുമൊക്കെ പോകാനുള്ള ഈ പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ എന്തൊക്കെ ശേഖരിച്ചാലും വിഭവങ്ങൾ ഒരുക്കിക്കൂട്ടിയാലും ശരി, അതിനേക്കാളൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹവും വിഭവവും എന്ന് ഖുർആൻ നമ്മളെ ഈ ആയത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിക്കാനായി അധ്വാനിച്ച് സമ്പാദിച്ച് മുന്നോട്ട് പോകാനാണ്
മുഅ്മിനീകൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധ്വാനിച്ച് ജീവിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുണ്യം, പ്രതിഫലം നൽകുന്നു. അതാണ് മാന്യത എന്നും അതാണ് നമുക്ക് അഭിമാനം നൽകുന്നത് എന്നും നമുക്കറിയാം. സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നത് ഒരു അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ലഅൻ യഖുദ അഹദുക്കും ഹബ്ലഹു ഫയഅതി ബിഹുസ്മത്തിൽ ഹതബി അലാ ളഹ്രിഹി ഫയബീഅഹാ. ഒരാൾ അദ്ദേഹത്തിന്റെ കുറച്ച് കയറുകളൊക്കെ എടുത്ത് ഒരു വനത്തിലേക്ക് പോയി അവിടെ നിന്ന് കുറെ മരങ്ങളൊക്കെ അല്ലെങ്കിൽ കൊമ്പും ചുള്ളിയും മരത്തിന്റെ കഷ്ണങ്ങളുമൊക്കെ വിറകുകളൊക്കെ ശേഖരിച്ച് അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ് അങ്ങനെ ജീവിക്കുക എന്നത് ഏറ്റവും നല്ലതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഫയഖുഫല്ലാഹു ബിഹാ വജ്ഹഹു ഖൈറുൽ ലഹു മിൻ അൻ യസ്അലൻ നാസ. ജനങ്ങളോട് ഇരന്നു വാങ്ങി യാചിച്ചു പോയി അങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് അത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആളുകൾ ചിലപ്പോൾ ഒരാളുടെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും വിഷമമൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ അത്തൗഹു അയാൾക്ക് തരും, ചിലപ്പോ അല്ലെങ്കിൽ മനഉഹു ചിലപ്പോൾ അയാൾക്കൊന്നും കിട്ടിയില്ല എന്ന് വരും. എന്തായാലും ശരി, നമ്മൾ നമ്മുടെ ജീവിത വിഭവങ്ങൾക്ക് വേണ്ടി നമ്മുടെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കുന്നത് ഏറെ മഹത്തരമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ യാചിച്ച് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അല്പം പ്രയാസപ്പെട്ട് ഒരു വനത്തിലേക്ക് പോയി വിറകുകളൊക്കെ ശേഖരിച്ച് അത് നിങ്ങളുടെ ചുമലിൽ താങ്ങി അങ്ങാടിയിൽ വന്ന് വിറ്റുപോകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി എന്നാണ്. ഒരാളെ സംബന്ധിച്ച് തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിന്റെ ഒരു രസം, ഒരു രുചി, അതിന്റെ മഹത്വം, അത് നമുക്ക് നൽകുന്ന ഒരു കുളിര്, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ തൊഴിൽ ചെയ്യുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യമായിട്ടാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഇന്ന തൊഴിലിന്, എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ തൊഴിൽ ചെയ്യുക എന്നതാണ് മുഅ്മിനീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാകണം എന്നതാണ്. പലയിടത്തും തൊഴിലുടമകളുണ്ടാവും, ബോസുകളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ MD ആയി നിൽക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു അമീർ ഉണ്ടാവും, അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന കുറെ ആളുകളുണ്ടാവും. അപ്പൊ തൊഴിലുടമയും തൊഴിലാളിയും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു പരസ്പര സഹകരണത്തിന്റെ, ഒരു നീതിയുടെ ബന്ധത്തെ കുറിച്ചാണ് ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത്. പുതിയ പല പ്രത്യയശാസ്ത്രങ്ങളും പലതും പഠിപ്പിക്കുന്നുണ്ട്. തൊഴിലാളിയും തൊഴിലുടമയും ഒക്കെ ഒരേ കാറ്റഗറിയാകണം. മനുഷ്യരെല്ലാവരും ഒരേ ലെവലിലായിരിക്കണം. എല്ലാവർക്കും ഒരേ പണം, ഒരേ അധ്വാനം, ഒരേ കൂലി, ഒരേ സംഗതി. അങ്ങനെ ഒരു സമത്വ സുന്ദരമായ ഒരു കാലത്തെ കുറിച്ച് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സ്വപ്നമാണേ നമുക്ക് തോന്നും. പക്ഷേ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച പടച്ച റബ്ബ് ഈ ഏറ്റക്കുറച്ചിലുകൾ ഇതിവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളതും അവന്റെ റഹ്മത്തിനെ, നിഅമത്തിനെ ഭാഗികമായി ആളുകൾക്കിടയിൽ വീതിച്ചു വെച്ചിട്ടുള്ളതും എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര ആ ഒരു ഇതിന് വേണ്ടി ശ്രമിച്ചാലും അങ്ങനെ ആകഴില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ പണം, എല്ലാവർക്കും സൗകര്യങ്ങൾ, എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നാലും നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ആർക്കും വിധേയപ്പെടാൻ സമ്മതിക്കാത്ത മാനസികാവസ്ഥകൾ വരും. ഒരു സഹായത്തിന് ആരും വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. പല നിലക്കുള്ള പ്രശ്നങ്ങൾ ആ നിലക്കുണ്ടാകും എന്നതാണ് ദീൻ പഠിപ്പിക്കുന്ന പാഠം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരസ്പര സഹകരണവും ഒരു നീതിയും തൊഴിലാളിയും തൊഴിലുടമയും ഉണ്ടാകണം എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കാണ്. ഒരു സഹവർത്തിത്വത്തിന്റെ, ഒരു കാരുണ്യത്തിന്റെ ഒക്കെ ഒരു മനസ്സോടുകൂടിയാണ് ഇസ്ലാമിലെ തൊഴിലാളിയും അല്ലെങ്കിൽ മുതലാളിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം നിലനിന്ന് പോകേണ്ടത്. തൊഴിലുടമ വളരുമ്പോൾ സ്വാഭാവികമായും തൊഴിലാളിയും വളരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവും. ദീനനുസരിച്ച് ഒരു ദീനിന്റെ പശ്ചാത്തലത്തിൽ ഒരാൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടത്തുന്നു, കേന്ദ്രം നടത്തുന്നു, സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ
രണ്ടാൾക്കും അതിൻ്റെതായ ഗുണമുണ്ടാകും എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. തൊഴിലുടമയുടെ ഒരു വളർച്ചയിൽ തൊഴിലാളിക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തെയാണ് ദീൻ പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും മുതലാളി ഇങ്ങനെ വളരുന്നുണ്ടാവും, കച്ചവടം വികസിക്കുന്നുണ്ടാവും, പല ബിസിനസ്സും വളരെ ഉഷാറാകുന്നുണ്ടാവും. പക്ഷെ തൊഴിലാളികൾക്കിടയിൽ ഭയങ്കര അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒരു കണ്ണുകടിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഈ പരസ്പരമായ ഒരു സ്നേഹബന്ധത്തെയാണ് ഈ തൊഴിലും അല്ലെങ്കിൽ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘട്ടനങ്ങൾ, സംഘർഷങ്ങൾ, കലഹങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമുക്കിടയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ പാലിക്കാത്തത് കൊണ്ടോ ആയിരിക്കുമെന്നാണ്. അപ്പൊ തൊഴിലുടമയും തൊഴിലാളിയും സംഘട്ടനത്തിന്റെ അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ വഴിയല്ല, ഒരു സഹകരണത്തിന്റെ പാതയിലൂടെ പോകണമെന്നാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അടിമയുണ്ട്. എന്നൊക്കെ അടിമ സമ്പ്രദായമുള്ള സമയമാണ്. ആ സമയത്ത് അടിമയും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വസ്ത്രവും ധരിച്ചിട്ടുണ്ട്. രണ്ടാളും ഒരുപോലെയുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ആളുകൾ ചോദിച്ചു, താങ്കൾക്ക് അബൂദർ അടിമയേക്കാൾ മെച്ചപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിനും അതൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആളുകൾ താങ്കൾ അങ്ങനെ ആക്ഷേപിക്കൊന്നുമില്ലല്ലോ, കുറ്റം പറയൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന ഒരു മറുപടി, ഞാനൊരിക്കൽ ഒരാളെ ചീത്ത വിളിച്ചു, ഒരു ചീത്ത പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു എന്നാണ് അതിന്റെ വിശദീകരണത്തിലൊക്കെ കാണുന്നത്. യബ്ന സൗദ, കറുത്തവന്റെ മകനെ എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ വിളിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ആ കേട്ട സമയത്ത് വളരെ ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഗുണദോഷിച്ചു, എന്നോട് ചോദിച്ചു, ഇന്ന ഫീക ജാഹിലിയ, ഇനിയും പഴയ കാലത്തെ ജാഹിലിയത്ത് നിനക്ക് വിട്ടുപോയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹും ഇഖ്വാനുക്കും, അവൻ അടിമകളായി, ഒരു വേണ്ടാത്തവനായി, ഒരു കുറവുള്ളവനായി അല്ല കാണേണ്ടത്. ഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരനാണ്, സഹോദരങ്ങളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീഹിം, അവർ അല്ലാഹു തആല നിങ്ങൾക്ക് പാകത്തിലാക്കി തന്നാണ്, നിങ്ങളുടെ കീഴിലാണ് എന്നുള്ളൂ. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ, നിങ്ങളെ ജോലിയിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ഒരു സഹായിയായി അല്ലാഹു നിങ്ങൾ അങ്ങനെ ആക്കി, അവരങ്ങനെ ആക്കി എന്നുള്ളൂ. പക്ഷെ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു, നിങ്ങൾക്ക് കീഴിൽ ആരെങ്കിലും അങ്ങനെ ജോലി ചെയ്യുന്നവർ, സേവകന്മാർ, വേലക്കാർ, ജോലിക്കാർ, അസിസ്റ്റന്റുകൾ, അങ്ങനെ പല നിലക്കുള്ള സഹായികൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഉണ്ട് എങ്കിൽ ഫൽയുത്ഇംഹു, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. മിമ്മാ യഅകുൽ, നിങ്ങൾ കഴിക്കുന്നത് പോലെ അവരെയും കഴിപ്പിക്കണം. വയൽബിസുഹു മിമ്മാ യൽബസ്, നിങ്ങൾ ധരിക്കുന്നത് പോലെ അവരെ ധരിപ്പിക്കണം. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, നിങ്ങൾ അമിതമായ അധികഭാരം, ഓനൊരു പണി കൊടുക്കാൻ വേണ്ടി അമിതമായ ജോലി ചെയ്യിക്കുക, കഷ്ടപ്പെടുത്തുക, അയാൾക്കത് ചെയ്യാൻ കഴിയില്ല, അയാളുടെ സ്കില്ലിന് പുറത്താണത്, അയാൾക്ക് താങ്ങാൻ കഴിയില്ല, നമുക്കറിയുന്ന ഒരു കാര്യം, അത്തരക്കാരെ ഏൽപ്പിക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്പം ഭാരമുള്ള ഒരു ജോലിയാണ് അയാൾ ഏൽപ്പിക്കുന്നത്, അയാൾക്ക് അതിൽ പ്രയാസം ഉണ്ടാവും എന്ന് നമുക്കറിയുന്നുവെങ്കിൽ നിങ്ങൾ ആ ഭാരം കുറക്കാൻ വേണ്ടി അയാളുടെ കൂടെ ചേർന്ന് സഹായിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, തൊഴിൽ നിയമങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാവുന്ന വർത്തമാന കാലത്ത് അല്ലെ, ടെക്സ്റ്റൈൽസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു കസേരയിട്ട് കൊടുക്കണം എന്നതൊക്കെ ഈ അടുത്ത കാലത്താണ് ഒരു വർത്തമാനമായി, ഒരു ചർച്ചയായി നാട്ടിൽ വരുന്നത്. ജോലി ചെയ്യുന്ന ആണിനും പെണ്ണിനുമൊക്കെ അവർക്കൊന്ന് മൂത്രയിക്കാൻ പോകണമെങ്കിൽ ഇത്ര മണിക്കൂർ ഇടപെട്ടാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു അലിഖിത നിയമമൊക്കെ ഉള്ള നാടായിരുന്നു നമ്മുടെ നാട്. ജോലിക്കാരോട് എങ്ങനെ കരുണയോടുകൂടി പെരുമാറണമെന്ന് ഇസ്ലാം എത്ര കൃത്യവും മനോഹരവുമായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊഴിലാളി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് യോഗ്യതയാണ് നമുക്കൊരു തൊഴിലാളിനെ അല്ലെങ്കിൽ ജോലിക്കാരനെ നമുക്ക് തെരഞ്ഞെടുക്കണം. ഖുർആൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ മകൾ വന്നിട്ട് പറയുന്നുണ്ട്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ അവിടെ പറയുന്നുണ്ട്. നമുക്കൊരാളെ ജോലിക്കാരനായി വെക്കണം, ഒരു അസിസ്റ്റന്റായി വെക്കണം, ഒരു സഹായിയായി വെക്കണം. എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? അൽ ഖവിയ്യാണ്. ഒന്ന്, അതിനുള്ള സ്കിൽ ഉണ്ടാകണം, കഴിവുണ്ടാകണം, അതിനുള്ള ശക്തി ഉണ്ടാകണം, അതിനുള്ള പ്രാപ്തി ഉണ്ടാവുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്നോ അൽ അമീനായിരിക്കണമെന്നാണ്, നല്ല വിശ്വസ്തനായിരിക്കണം, ആത്മാർത്ഥതയുള്ളവനായിരിക്കണം
എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കൊരു തൊഴിലാളി എന്ന നിലയ്ക്ക്, ഒരു ജോലിക്കാരൻ, അല്ലെങ്കിൽ എവിടെയും നമുക്കൊരു സ്വീകാര്യത, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ ഒരു ജോലി കൊടുത്തു, കുറച്ച് കഴിയുമ്പോൾ ആ ജോലി ഉപേക്ഷിച്ചു പോകുമ്പോൾ ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ആ ജോലി നഷ്ടപ്പെട്ടത്? ആ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അന്വേഷിച്ചാൽ പറയാൻ പറ്റും. പലതരത്തിലുള്ള കൃത്രിമം കാണിച്ചതിന്റെ പേരിലോ, അല്ലെങ്കിൽ വിശ്വസ്തത കാണിക്കേണ്ടതിന് പകരം അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിലോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. നമുക്കൊരു നല്ല ജോലിക്കാരനാകണമെങ്കിൽ, നല്ല ജോലി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സ്കിൽ എന്താ നോക്കുക, വിശ്വസ്തനാവുക എന്നത് ദീന് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഈ തൊഴിലുടമയുടെ ഒരു ബാധ്യത എന്നുള്ളവർക്ക് നമ്മൾ എന്താണ് പ്രധാനമായും ചെയ്യേണ്ടത്? ഒരാൾ നമ്മൾ ജോലിക്ക് വിളിച്ചാൽ, ജോലിക്ക് നിർത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, 3 വിഭാഗം ആളുകളുടെ എതിരാളിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ നമ്മുടെ മുമ്പിൽ എത്തുമെന്നാണ്. 3 വിഭാഗം ആളുകളുടെ ശക്തമായ എതിരാളിയായി അല്ലാഹു മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസം വരുമെന്നാണ്. ആരൊക്കെയാണ് എതിരാളികളായിട്ട് ഉണ്ടാവുക? അതിൽ ഒരു കൂട്ടരെ പറ്റി പറഞ്ഞത്, റജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅ്തിഹി അജ്റഹു എന്നാണ്. ഒരാൾ ജോലിക്ക് വിളിച്ചു, അയാൾ ജോലി കൃത്യമായി ചെയ്തു, ഭംഗിയായി ചെയ്തു, പക്ഷേ അയാൾക്ക് കൂലി കൊടുത്തില്ല എന്നുള്ളതാണ്. പറഞ്ഞ കൂലി കൊടുത്തില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവും അയാളും തമ്മിൽ മുഖാമുഖം നിൽക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു ദിവസം വരാനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിക്കണം. ഇതിൽ ഉദ്ധരിച്ച പദം എന്ന് പറയുന്നത് എതിരാളി എന്നാണ്. ശക്തമായ ഒരു എതിരാളിയായി, അള്ളാഹുവിന്റെ എതിരാളിയായി കാണുന്ന ഒരു സന്ദർഭം വരുമെന്നാണ്. അപ്പൊ നമ്മളൊരാൾ ജോലിക്ക് വിളിച്ച് അയാളെ വിളിക്കുമ്പോൾ അയാളുടെ ഷർത്തും ഫർമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, അയാളത് ഭംഗിയായി പൂർത്തീകരിച്ചാൽ പിന്നെ നമ്മൾ വേറെ വർത്താനം പറയരുത് എന്നുള്ളതാണ്. ആ കൂലി കൊടുത്ത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളെന്ന് പറയുന്നത്. ആ നിലക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ എതിരാളിയെ പറ്റി പറയുന്നത്, ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇക്കാര്യം ചെയ്തുതരാം, ഞാനത് അങ്ങനെ ചെയ്യാം, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പല നിലക്കുള്ള വാക്ക് കരാർ കൊടുക്കുന്ന ആളുകളുണ്ടാവും. ആ കരാർ ലംഘിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ അല്ലാഹ് നാളെ എതിരാളിയായി വരുന്നതാണ്. നാട്ടിൽ പലപ്പോഴും കരാറുകൾ, വാക്കുകൾ രേഖാമൂലമുള്ളതോ വാക്കാൽ പറഞ്ഞതോ സാക്ഷികളുള്ളതോ ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് എതിരാളിയായി കാണുന്നു അയാളെ എന്നാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വചനമാണ്. മറ്റൊന്ന് പറഞ്ഞത്, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അടിമകളെ പറ്റി പറഞ്ഞൊരു സംഭവമാണ്. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ വീണ്ടും അടിമയാക്കിയിട്ട് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഭക്ഷിക്കുന്നവരെന്താണ്? ഒരാൾ സ്വതന്ത്രനായിട്ടുണ്ട്, പക്ഷേ അയാൾ ആരുടെയും കീഴിലല്ല, പക്ഷെ അയാൾക്ക് വില പറയും, വീണ്ടും അതിന്റെ അടിമയായിരുന്നു, അതിന്റെ അടിമയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാളെ വിൽപ്പന നടത്തും. അന്യായം കാണിച്ച് അതിന്റെ ചെലവ് കൊണ്ട് ഭക്ഷിക്കുക, അത്തരത്തിൽ വേണ്ടാത്തരം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. പലതരത്തിലുള്ള കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. വിൽപ്പനയ്ക്ക് മേൽ വിൽപ്പന നടത്തി അന്യായമായി ഹലാലല്ലാത്ത രൂപത്തിലൊക്കെ പലതരത്തിലുള്ള സമ്പാദ്യങ്ങൾ അത് വാങ്ങിക്കൂട്ടി അതൊക്കെ ഭക്ഷണമാക്കി അതൊക്കെ കുടുംബത്തിന് ഭക്ഷിപ്പിക്കുന്ന മനുഷ്യരുണ്ടാകും. ആലോചിക്കണം, ഈ ഹദീസിന്റെ ഗൗരവം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യസീദ് ഇബ്നു അബൂ സുഫിയാനെ ഷാമിലേക്ക് അയക്കുന്നുണ്ട്. അവിടെ ഒരു സൈന്യത്തിന്റെ ചുമതല നൽകിയാൻ അദ്ദേഹം പറഞ്ഞയക്കുന്നത്. ആ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജോലി ചെയ്യാൻ പോരാണ്. അയാളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിതാ എന്നെ ഈ ജോലിയൊക്കെയാണ് ഏൽപ്പിക്കുന്നത്, ഇന്ന ചുമതല ഏൽപ്പിക്കുന്നു, ഇന്ന കാര്യങ്ങളാണ് താങ്കൾ അവിടെ പോയി ചെയ്യേണ്ടത്. നന്നായി ചെയ്താൽ താങ്കൾക്ക് ആ ജോലി തുടരാൻ ഞാൻ സമ്മതിക്കും. നന്നായി ചെയ്താൽ അതിന്റെ ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ടാവും, നമുക്ക് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് മാന്യമായി പറഞ്ഞേക്കാൻ പറ്റും. നീ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, നന്നായി ചെയ്താൽ പിന്നീട് നിനക്കതിൽ കൂടുതലായ ഹൈർ, കൂടുതൽ പ്രതിഫലം ഞാൻ നിനക്ക് നൽകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. നിന്റെ സർവീസ് മോശമായാൽ ആ ജോലിയിൽ നിന്ന് ഞാൻ നിന്നെ പറഞ്ഞു വിടേണ്ടി വരുമെന്നും അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ പറയുന്നത്, അള്ളാഹനെ സൂക്ഷിക്കട്ടോ, അള്ളാഹനെ പേടിക്കണം. ആരും കണ്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ വഞ്ചിക്കാതെ ജോലി ചെയ്യണം എന്നതാണ്. ഇപ്പൊ തൊഴിലാളിയോട് തൊഴിലുടമ ഇടപെടേണ്ട രൂപത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളുകളുടെ
ജീവിത സാഹചര്യത്തെ നമ്മൾ കഴിഞ്ഞ കുത്തുബുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സന്ദർഭങ്ങൾ അല്ലെ, ഒരു അനിഷ്ടകരമായ ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിന്റെ ഒരു മഹിമയാണത്. അത് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹു കാണിച്ച അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ്. നമ്മുടെ മുതലാളിയോട്, ജോലി തന്നവരോട് അവരുടെ ആവശ്യമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജോലി ചെയ്യാന്നുള്ളതും അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതും ഒരാൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച ജൂതനായ ഒരു കുട്ടി രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുന്നു, ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആശ്വസിപ്പിച്ചു അല്ലെ. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമാണ്, കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുമെന്ന് പറയുന്നു. കുട്ടി വളരെ ദയാവായ്പോടുകൂടി തന്റെ പിതാവിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോ പിതാവ് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് പോലെ നീ ചെയ്യുക. റസൂൽ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ വേണ്ടി പറയണം. കുട്ടി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മുസ്ലിമാവുന്ന സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ അടുപ്പാണ്, നമ്മളെ കണ്ടുപഠിക്കുകയാണ്, റസൂലിന്റെ ജീവിതം കണ്ട് പഠിക്കുകയാണ്, അതിനെ ഇഷ്ടപ്പെടുകയാണ്. റസൂൽ പറയുമ്പോൾ ചൊല്ലാനുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു മധുരം അനുഭവിക്കാൻ കഴിയാണ്. റസൂൽ പുറത്തിറങ്ങി പറയുന്നത്, അൽഹംദുലില്ലാഹ്, ഒരു കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ, ഒരു സൗഹൃദത്തിന്റെ ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബോസായി, ഒരു തൊഴിലാളിയായി അല്ലെങ്കിൽ മുതലാളിയായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട സംഗതി എന്ന് പറയും. മറ്റൊന്ന്, തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുത് എന്നതാണ്. തൊഴിലാളിയുടെ മാത്രമല്ല, മറ്റൊരാളുടെ, ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ, എന്തെങ്കിലും കാര്യങ്ങൾ അന്യായമായി നിങ്ങൾ കവർന്നെടുക്കരുതേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താണ്. പലരും തൊഴിലാളികളുടെ അവകാശങ്ങൾ വെട്ടിക്കുറക്കും, അവർക്ക് അനുവദിച്ച് ശമ്പളം കൊടുക്കാതിരിക്കും. നമ്മുടെ സർക്കാരൊക്കെ പലതരത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ എത്രയെത്ര ഉദ്യോഗസ്ഥന്മാരെയാണ് കണ്ണീരോട് കുടിപ്പിക്കുന്നത്. പല വാഗ്ദാനങ്ങളും കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പലതരം വാഗ്ദാനങ്ങൾ കൊടുക്കും, വാക്ക് കൊടുക്കും. പ്രാദേശികമാവട്ടെ പല തലത്തിലുള്ള ആളുകളൊക്കെ ഇത് ചെയ്യും. പക്ഷേ അത് പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്കൊക്കെ ബാധ്യതയുണ്ട് എന്നാണ്. ഒരാളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല എന്നാണ്. അവർക്ക് ആവശ്യത്തിനുള്ള വിശ്രമം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള ബോണസ് കൊടുക്കേണ്ടി വരും, മറ്റവകാശങ്ങൾ കൊടുക്കേണ്ടി വരും, ഇബാദത്തുകൾക്ക് അത് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. പലയിടത്തും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, നിസ്കരിക്കാൻ സമയം അനുവദിക്കൂല. പല സ്ഥാപനങ്ങളും അങ്ങനെയുണ്ട്. ഇസ്ലാമികമായ ഷിയാറുകൾ ഒന്നും അണിയാനോ ധരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇബാദത്തുകൾക്കൊന്നും സമയം അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ. രക്ഷിതാക്കൾ ആലോചിക്കണം, അത്തരം സ്ഥാപനങ്ങൾ നമുക്ക് വേണം, നമ്മളവിടെ കുട്ടികളെ പറഞ്ഞേക്കണം, ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴാണോ അതിനുള്ള അഗ്രിമെന്റ് ചെയ്യുന്നത് അവിടെ നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. ദീനൊക്കെ ഉപേക്ഷിച്ച്, ഈ ദീനിന്റെ ഇബാദത്തൊക്കെ ഉപേക്ഷിച്ച്, ദീനിന്റെ ഷിയാറുകളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ കുറെ ദുനിയാവ് സമ്പാദിച്ചിട്ട് എന്താണ് കാര്യം? മരിച്ചാണ്ട് പോകുമ്പോ നമുക്ക് എന്താണ് കൊണ്ടുപോകാനുണ്ടാവുക എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തൊഴിലിടങ്ങളിൽ വലിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, വലിയ ചൂഷണങ്ങൾ. പ്രോഫിറ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുപാട് സംഗതികളിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലാഭം നോക്കി മാത്രം ആളുകളെ വെക്കുന്ന സമ്പ്രദായം. വിവാഹിതരായാൽ അവർക്ക് ഇനി ചെലവ് കൂടും, അല്ലെങ്കിൽ അവരുടെ സർവീസ് കുറയുമെന്നുള്ളവർക്ക് ആ വിവാഹിതരാകുന്ന ആളുകളൊക്കെ പിരിച്ചുവിടുന്ന കമ്പനികളുണ്ട്. അതുപോലെ തന്നെ നിറഞ്ഞ യൗവനത്തിന്റെ ടൈം മാത്രം അവരെ മാക്സിമം ചൂഷണം ചെയ്ത് അവരുടെ ചോരത്തിളപ്പ് മുഴുവൻ ഊറ്റിയെടുത്ത് അത് കഴിഞ്ഞാൽ അവരെ പുറത്ത് വലിച്ചെറിയുന്ന സംവിധാനങ്ങളുണ്ട്. ക്ഷേമകാര്യങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ തൊട്ട് മാസം, ഒരു വർഷം കഴിഞ്ഞ ആനുകൂല്യം കൊടുക്കേണ്ടിയിരിക്കാമോ, അത് ഇതിന് തൊട്ട് മുമ്പ് 9 മാസമാകുമ്പോ 10 മാസമാകുമ്പോ ഒക്കെ പിരിച്ചുവിടുന്ന കമ്പനികളുണ്ട്. ഇസ്ലാമിൽ ഇതൊക്കെ വളരെ കർശനമായ കാര്യങ്ങളാണ്, വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊഴിലാളികളും അവരുടെ കുടുംബമൊക്കെ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മളൊക്കെ പലയിടങ്ങളിലും ബോസുകളായോ അല്ലെങ്കിൽ മേലാധികാരികളായോ
തൊഴിലുടമകളായൊക്കെ വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ കീഴിലുള്ളവരോട് കാണിക്കേണ്ട കരുണയും മര്യാദകളും ഒക്കെ ഇസ്ലാമികമായി പരമാവധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. പോരായ്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൊഴിലിടങ്ങളുമൊക്കെ നമ്മളെപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് അതിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ജോലിക്കാരനാകുന്ന സന്ദർഭത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. ജോലി എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അത് വേണം. മനാമില സാലിഹൻ ദക്കരി ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാളൊരു സൽക്കർമ്മം ചെയ്യാം, ഇഖ്ലാസോടുകൂടി ചെയ്യാം. ബഹുവ മുഅ്മിൻ, അവർ മുഅ്മിനായിരിക്കൽ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, നമ്മൾ ഇഖ്ലാസോടുകൂടി സ്വാലിഹായ ഒരു അമൽ വൃത്തിയായി ചെയ്താൽ അള്ളാഹു നമ്മെ ഏറ്റവും നല്ലൊരു ജീവിതത്തിലൂടെ കൊണ്ടുപോകുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ തൊഴിൽ ചെയ്യുന്ന, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് പലയിടങ്ങളിലെ, അവിടെ ഇഖ്ലാസോടുകൂടി അത് ചെയ്യാന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന് അമാനത്താണ്. നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതൊരു അമാനത്താണ്. അത് കൃത്യമായി നമ്മൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് വഴിയിലിട്ട് പോകാൻ പാടില്ല, പറഞ്ഞതുപോലെ അത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും, നമ്മോട് ചെയ്യാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അത് നെഗ്ലക്ട് ചെയ്ത് അവഗണിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മുതലാളിയെയോ നമ്മൾ ജോലി ചെയ്യുന്ന സംവിധാനങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല എന്നതാണ്. അള്ളാഹുവിനെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിവുള്ളവരായി നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളിലും വഞ്ചന കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ പൊസിഷനുകളായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു പ്രസിഡന്റ് ആവും, സെക്രട്ടറി ആവും, ഒരു ചെറിയ ഒരു ഗ്രൂപ്പിന്റെ അമീറാവും, ഒരു ജോലിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കണമാവും, ഒരു ജോലി നിശ്ചയിച്ച ആളായിരിക്കും. അങ്ങനെ പല നിലയ്ക്ക് അമാനത്തുകൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. അതിലൊന്നും വഞ്ചന നടത്താൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളോട് ജോലിയൊക്കെ കൊടുത്തു, റിസ്കിനുള്ള സംഗതിയൊക്കെ കൊടുത്തു, ശമ്പളമൊക്കെ നിശ്ചയിച്ചു, എല്ലാം ചെയ്തു, ഒക്കെ ഒരാൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അങ്ങനെ ആയ സമയത്തിന് ശമ്പളം കൊടുക്കുന്നു, ജോലി കൊടുത്തു, റിസ്കിനാവശ്യമായ കാര്യമൊക്കെ അയാൾ കൊടുക്കുന്നുണ്ട്, മുതലാളി കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ അയാൾ അറിയാതെ ഒരു നയാ പൈസ ആരെങ്കിലും പറ്റിയിട്ടുണ്ട് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വഞ്ചകനാണ് എന്നാണ്, വഞ്ചകനാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോ നമ്മളേക്കും ഒരു ആവശ്യത്തിന് കുറെ ഉണ്ടല്ലോ, പൈസപ്പെട്ടിയിൽ കുറെ ഉണ്ട്, നമ്മളെ അക്കൗണ്ട്സ് ഏൽപ്പിച്ച് ഞാനിത് കിട്ടിയിട്ട് ആവശ്യമൊന്നുമില്ല, അയാൾക്ക് വേറെ വരുമാനമുണ്ട്, ഞാനിപ്പോ ഒരു 100-500 ഇത് വലിച്ചെന്ന് ചോദിച്ചാൽ ആരും അറിയില്ല. അങ്ങനെ സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അയാൾ അറിയാതെ ഒരു നയാ പൈസ നമ്മൾ അതിന് പറ്റിയാൽ എന്ന് പറഞ്ഞ ഗൗരവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ അവകാശത്തെ കവർന്നെടുത്താൽ അയാൾ നരകത്തിൽ പോകേണ്ടി വരും, സ്വർഗം അയാൾക്ക് ഹറാമാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹാബികൾ ചോദിച്ചു, റസൂലേ, ഒരു ചെറിയ സാധനമാണെങ്കിലോ, ഒരു ചെറിയ കാര്യമാണെങ്കിലോ? റസൂലിന് മറുപടി കൊടുക്കുകയാണ്, ഒരു അറാക്കിന്റെ കൊള്ളി എന്ന് പറഞ്ഞാൽ ഈ അറബികളൊക്കെ വായിട്ട് ഇങ്ങനെ പല്ലേക്കുന്ന ഒരു കൊള്ളി, ആ കൊള്ളിയാണെങ്കിൽ പോലും ഒരു മുസ്ലിമിന്റെ ഒരു അവകാശത്തെ, ഒരു സംഗതി, ഒരു വസ്തുവിനെ, ഒരു പണത്തെ, ധനത്തെ കവർന്നെടുക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജോലി ഏതും ആകട്ടെ, അതിലൊക്കെ ഒരു സൂക്ഷ്മത, ഒരു ഭക്തി, പടച്ചവനെ പേടി നമുക്ക് വേണം, ഒരു ഇഖ്ലാസ്
ജോലി ചെയ്യുന്നവർക്ക് വേണമെന്നാണ്. അതിൽ ഉടമകളായ ആളുകൾ നമ്മൾ അനുസരിക്കണം, ചുമതലയുള്ള ഓഫീസർമാർ അനുസരിക്കണം, ജോലിയുടെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം, സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് വരണം, സമയത്തിന് പോകണം, അല്ലെ? അവരുടെ എക്യുപ്മെന്റ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ ദേഷ്യം പിടിച്ച് നശിപ്പിക്കാനൊന്നും പാടില്ല. മുതലാളി അറിയാതെ മറ്റു വല്ല കമ്മീഷനും പറ്റാൻ പാടില്ല. ജോലി സമയത്ത് അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കൊടുക്കേണ്ട സർവീസ് പൂർത്തിയാക്കാതെ അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ അത് ഒരു സമ്മതത്തോടു കൂടിയൊക്കെ ആകാന്നുള്ളത് അത് ഹലാലാകാനുള്ള കാര്യങ്ങളാണ്. കൈക്കൂലി വാങ്ങി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പലരും നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ദിവസം ഉണ്ടാവും. ചില ഓഫീസിലൊക്കെ പോയാൽ നമ്മൾ കഴിഞ്ഞിപ്പോവും. എന്തിനാണ് അയാൾ അവിടെ ഇരിക്കണത് എന്ന് നമുക്ക് തന്നെ സങ്കടമാണ്. നമ്മൾ വളരെ വിനയപ്പെട്ട് അല്ലെ അയാളുടെ കാല് പിടിച്ച് പല സംഗതികളും നേടിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. എന്തൊരു മാനക്കേടായിരിക്കും അതൊക്കെ. അയാളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ എത്ര ഗൗരവമുള്ളതായിരിക്കും. പരമാവധി നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇക്കരപ്പടിയിൽ പുത്തുപാടത്ത് താമസിക്കുന്ന റുഖിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഠിനാധ്വാനം ചെയ്ത് 10-15 വർഷം കഠിന തപസ്സിരുന്ന് പഠിച്ച് ഒരു PSC പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്ന് എത്രയോ ഒഴിവുകൾ ഉണ്ടായിരിക്കെ ആ 1-2 ഉദ്യോഗസ്ഥന്മാർ ആ ഒഴിവൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ജോലി കിട്ടായിരുന്നു. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വിഷയം. പക്ഷേ അവരുടെ അനാസ്ഥ കാരണം അവരുടെ ഏജ് ഓവറായി ആ ജോലി നഷ്ടപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ആ കുടുംബം 2 പെണ്ണുങ്ങൾ, അതിൽ തന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു സ്ത്രീയുടെ കൂടെ, സഹോദരിയുടെ കൂടെ ഒരു ഒറ്റമുറിയിൽ ജീവിക്കുന്ന 2 മനുഷ്യരുടെ ജീവിതം, അവരുടെ വഴിമുട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തവരുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ നമ്മളും ചെറുതും വലുതുമായ ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെടുമ്പോ അത് പലരുടെയും കണ്ണീര് കുടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ സമയത്തിന് ജോലി ചെയ്യാത്തതിനാൽ, സമയത്തിന് ഒരു പേപ്പർ നീക്കാത്തതിനാൽ, സമയത്തിന് കാര്യങ്ങളിൽ ഇടപെടാത്തതിനാൽ, സമയത്തിന് പ്രതികരിക്കാത്തതിനാൽ, ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യം ചെയ്യാത്തതിനാൽ, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ പൂർണ്ണമായി നിർവഹിക്കുന്നതിനൊക്കെ കാരണത്താൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന് വളരെ ഗൗരവത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോവുക, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. അള്ളാഹു ഓർമ്മിപ്പിച്ച് അള്ളാഹുവാണ് റഹ്മത്ത് നമ്മളിലേക്ക് പെയ്തിറക്കുന്നത്. നമ്മൾ എത്ര സമ്പാദിക്കണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കഴിയില്ല. കാരണം അള്ളാഹ്ക്ക് ഒരു കണക്കുണ്ട് ഇതിനൊക്കെ. ആ കണക്ക് റഹ്മത്തും ബർക്കത്തുമുള്ളതായി തീരാൻ നമ്മൾ നന്നായിട്ട് ദുആ ചെയ്യാന്നുള്ളതാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, പെരിയമ്പലത്തുള്ള നമ്മുടെ ഒരു സഹോദരി, ക്യാൻസർ രോഗിയായ ഒരു സഹോദരി ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു സഹായം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. CK ആയിഷ എന്നാണ് അവരുടെ പേര്. അവരുടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. 2 മക്കളുണ്ട്. അവർക്ക് 3 സെന്റ് സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഒരാള് സദക്ക ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയ വീടെടുക്കണം എന്ന ആവശ്യമായിട്ട് 2 മാസം മുന്നേ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കിതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വരുന്ന വെള്ളിയാഴ്ച നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും വരുന്ന ആഴ്ച ഒരുങ്ങി അതിനുവേണ്ടി വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ. എല്ലാ പോരായ്മകളും അള്ളാഹു പരിഹരിച്ച് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഹൈറും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇണകൾ, നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഉമറാക്കൾ, ഉലമാക്കൾ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കഠിനമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പഠനത്തെ
പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ധാരാളം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമർ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.